ഹലോ, നമസ്കാരം. ഇപ്പൊ എല്ലാവർക്കും ലൈവ് അപ്ഡേഷനിലേക്ക് സ്വാഗതം. ഇന്നലെ അനുമോളുടെ ഭയങ്കരമായ രൂക്ഷമായ ഒരു പ്രവൃത്തിയുടെ ഒരു അപ്ഡേഷൻ ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് നേരെ തലകുത്തനെ മറിഞ്ഞിട്ട് ഇന്ന് ഭയങ്കരമായിട്ട് ആളെ മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്ന ആ ഒരു അപ്ഡേഷൻ ആണെന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അനീഷും അതുപോലെ തന്നെ നമ്മുടെ അനുമോളും കൂടെ ഒരുമിച്ച് ജയിലിലായിട്ടുണ്ട്, എല്ലാരും കണ്ടല്ലോ അത്. ആ സമയത്ത് ആൾക്കൊന്ന് ബാത്റൂമിൽ പോകണം. ബാത്റൂമിൽ പോകാനായിട്ടിരുന്ന് ആ സമയത്ത് അറിയാമല്ലോ, ഇപ്പോ ഗേൾസ് ആയാലും ആയിക്കോട്ടെ, ബോയ് ആയിക്കോട്ടെ, ഇപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒന്ന് അടഞ്ഞു കിടക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ ആരുടെങ്കിലും ഹെൽപ്പ് തീർച്ചയായിട്ടും വേണമല്ലോ. അപ്പോൾ അവരിങ്ങനെ ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ബാത്റൂമിൽ പോകണം. അങ്ങനെ ബിഗ് ബോസ് പറഞ്ഞിട്ട് ശരത്ത് വരുന്നുണ്ട്. ശരത്ത് പക്ഷേ കുറച്ച് ഇങ്ങനെ ആടി കുറച്ച് താമസിച്ചിട്ടൊക്കെയാണ് വരുന്നത്. കാരണം ഇനിയിപ്പോ അവര് നമ്മളുടെ എനിമി ഇല്ലേ, വേണമെങ്കിൽ അവിടെ കിടന്ന് അനുഭവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ ഏതായാലും ആള് വന്നിട്ട് ജയില് തുറന്നു കൊടുത്തിട്ട് പോകുന്നുണ്ട്. ഫസ്റ്റ് അനുമോള് പോയി ബാത്റൂമിൽ പോയിട്ട് വരുന്നുണ്ട്. ശേഷം വന്നതിന് ശേഷമാണ് അനീഷ് പോകുന്നത്. ആ ഈ ഒരു സമയം തന്നെ വന്ന ശേഷം ബിഗ് ബോസ് അനുമോൾക്കൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ആളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ കൂടെ തന്നെ അനുവിന്റെ കയ്യിലൊരു പാവയുണ്ട്. ഇപ്പൊ ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ചിട്ടേക്കുന്ന ഒരു സ്റ്റോർ റൂം പോലത്തെ അവിടെ നിന്ന് എടുത്തതാണ്. ഇപ്പൊ എല്ലാവർക്കും ഓരോ സംഭവങ്ങൾ പ്രിയപ്പെട്ടതായിരിക്കും. അനുമോൾക്കും അതുപോലെ ആ പാവ ഭയങ്കര പ്രിയപ്പെട്ടതാണ്. അപ്പൊ അതിൽ ഇന്നലെ തന്നെ ആര്യൻ പറഞ്ഞിരുന്നു, ഈ പാവയെ ഞാൻ അടിക്കുമെന്ന് പറഞ്ഞപ്പോ അനുമോള് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് ആര്യനോട് ഭയങ്കരമായിട്ട് കയർക്കുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പോ ആ ഒരു പാവക്കുട്ടിയെ എടുത്തുകൊണ്ട് അനുമോള് പോയിട്ട് ജയിലിന്റെ അകത്തിരുന്ന് ടാസ്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്താണ് ആ ഒരു ക്രൂരമായ സംഭവം നടന്നത് കേട്ടോ. എന്ന് വെച്ചാല് അപ്പാനി വന്നിട്ട് ആ പാവ എടുത്ത് വലിച്ചെറിയാണ് ദൂരേക്ക്. എന്ന് വെച്ചാല് ജയിലിന് പുറത്തേക്ക് വലിച്ചെറിയാണ്. അയാൾക്ക് അതിന്റെ ഒരു ആവശ്യമില്ല. അയാൾ ഇങ്ങനെ ആവശ്യമില്ലാതെ എന്തിനാണോ എന്തോ ആ കുട്ടിയുടെ പുറകെ നടന്നിട്ട് ഇങ്ങനെ പ്രകോപിപ്പിക്കുന്നതെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഗെയിം കളിക്കണമെങ്കിൽ വേറെ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാമല്ലോ, എത്രയോ രീതികളുണ്ട്. അതെല്ലാം വിട്ടിട്ട് ഇങ്ങനെ മറ്റുള്ളവരുടെ ഇമോഷണലെ തൊട്ട് കളിക്കുന്നത് ഒട്ടും ശരിയായ ഒരു കാര്യമൊന്നുമല്ല. ആ ഒരു പ്രവൃത്തി വളരെ മോശമായിപ്പോയി. അപ്പാനി എന്തുദ്ദേശിച്ചാണ് അത് ചെയ്തത്? സപ്പോസ് ഇപ്പൊ അനുമോള് അപ്പാനിയോട് പ്രശ്നമാണല്ലോ, ഓൾറെഡി ഇങ്ങനെ രണ്ടുപേരും ഉടക്കാണ്, അതുപോലെ അക്ബറും ഒക്കെ ആയിട്ട് ഉടക്കാണ്. ആ ഒരു ദേഷ്യം തീർക്കാനാണോ എന്തോ, പക്ഷെ ഇങ്ങനെ അത് ഒരിക്കലും ചെയ്യുന്നത് ശരിയല്ല. ഏതായാലും ബിഗ് ബോസ് പാതിരാത്രി നടന്ന ആ സംഭവങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അയാളുടെ ആ ഒരു ക്രൂരമായ സംഭവം ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അപ്പോ എല്ലാവരും, ഈ ലോകം മുഴുവനും ഉള്ള പ്രേക്ഷകർ അത് കണ്ടിട്ടുണ്ടാകും എന്ന് തന്നെ ഞാൻ കരുതുന്നു. കാരണം അത്രയും ക്രൂരമായ ഒരു സംഭവമാണ്. മറ്റുള്ളവരുടെ ഇമോഷണൽ തൊട്ട് കളിക്കാൻ പാടില്ല. അതിനുശേഷം അനീഷ് പാവയെടുത്ത് എറിഞ്ഞിട്ട് അയാള് പറയാണ്, നീ ഇപ്പൊ എടുക്കടി എന്ന്. അപ്പോ ആള് പോയി എടുക്കുന്നുണ്ട്, അനുപ എടുക്കുന്നുണ്ട്. എടുത്തിട്ട് ആള് തിരിച്ച് ജയിലിലേക്ക് കയറാതെ പുറത്ത് തന്നെ ഊഞ്ഞാല് കസേരയെല്ലാം കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും അപ്പാനി പറയുന്നുണ്ട്, ജയിലിലേക്ക് കയറടി എന്ന് പറഞ്ഞു. അതിനകത്തോട്ട് കയറടി എന്ന് പറഞ്ഞിട്ട് ഇത് കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പോഴത്തേക്കും പുള്ളിക്കാരി കയറി പോകുന്നുണ്ട്. പക്ഷെ വളരെ വളരെ മോശമായിപ്പോയി. ഇങ്ങനെയൊക്കെയാണോ ഓരോരുത്തരോട് പെരുമാറുന്നത് അല്ലേ? അത് പബ്ലിക്കായിട്ട് ഉള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ മറ്റുള്ളവരോട് ചെയ്യുമ്പോൾ അത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത, ഇപ്പൊ ഗെയിമിന്റെ ഒരു ഇതായിക്കോട്ടെ, ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു ഇതിലാണ് അയാൾ ചെയ്തത്. ഓക്കെ, അതുപോലെ തന്നെ അനീഷ ആയാലും തമ്മില് കടിച്ചു കീറാൻ നിൽക്കുന്ന ഒരു രീതിയിലാണ് അനുവിനോടുള്ള ബിഹേവിയർ ഒക്കെ. അപ്പോ അനു പോയിട്ട് സ്മൂത്ത് ആയിട്ട് പോയിട്ട് ടാസ്കും ചെയ്ത് പാവക്കുട്ടിയെയും കെട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോ എന്താ പറയാ, ഇനിയും ഇപ്പൊ അടുത്ത് നെക്സ്റ്റ് എന്താണ് അപ്ഡേഷൻ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ വഴിയെ കാണാം. അപ്പോ ലൈവ് അപ്ഡേഷനും പുതിയ ലൈവ് അപ്ഡേഷനായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ.